ഹായ് ഹലോ വെൽക്കം ടു ടുഡേയ്സ് വ്ളോഗ്. അപ്പോൾ നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ടിട്ടുള്ള ഒരു യാത്രയാണിത് താമരശ്ശേരിയിലേക്ക്. നമ്മുടെ കല്യാണമാണ്, സെൽവയുടെ കല്യാണം. അപ്പോൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് കല്യാണ പെണ്ണ് തന്നെ അവിടെ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളവിടെ ചെന്ന് ആക്ച്വലി ലഞ്ച് ടൈമാണ്, ബട്ട് ചെന്ന് കയറി നമുക്കൊരു ഡ്രിങ്ക് തന്നു. ഈ ഡ്രിങ്ക് തന്നെ എന്തൊരു ടേസ്റ്റാണ് ഇതിനൊക്കെ. ഈ കോഴിക്കോടുകാരുടെ ഭക്ഷണം വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണെന്നറിയോ. ആൻഡ് ഫുഡ് വിളമ്പിയപ്പോഴേക്കും കണ്ടപ്പോൾ തന്നെ വയറും നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. കണ്ണ് നിറയാന്ന് വെച്ചാൽ നമ്മൾ കണ്ണിനൊരു ഫീസ്റ്റാന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. ലൈക്ക് ഫിഷ് ഉണ്ട്, ചിക്കൻ, ബീഫ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ആൻഡ് അതാ ഒരു പ്രസൻറ്റ് ചെയ്ത രീതി, കപ്പ ബിരിയാണി. ആൻഡ് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലേറ്റ് കാലിയായത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല, പക്ഷേ അവിടുത്തെ ഫിഷ് വരെ ഞാൻ വെച്ചാൽ ഫിഷ് ഞാൻ അത്ര കഴിക്കാത്ത ഒരാളാണ്, അതുപോലും അത്രയും സൂപ്പറായിരുന്നു. ഫുഡ് കഴിഞ്ഞതും ഡെസേർട്ട്സ് എത്തി, ഒരു പുഡിങ്, കസ്റ്റേർഡ്. സോ ഇനിയാണ് ബ്രൈഡിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. നിൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എന്തിന് ചുമ്മാ നോക്കുന്നത് പോലും 5ഉം 6ഉം റീടേക്കാണ്. അതായത് ഇത് ശരിയായില്ല, അത് ശരിയായില്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഈ സത്യമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഓരോ ഫിലിംസിൻ്റെ സീൻസൊക്കെ നമ്മൾ ആലോചിക്കണം. ഈ സീൻസൊക്കെ എത്ര റീടേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീടേക്ക് ഇല്ലാതെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കഴിവൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ടീ ടൈം. ഹായ്, അതായത് മൃഷ്ടാന ഭോജനം എന്ന് പറയാം. ചായക്ക് എന്തോരം ഐറ്റംസാണ്. ഈ എന്താ പറയുക, എഗ്ഗൊക്കെ ഇങ്ങനെ കഴിക്കാം എന്നുള്ളതൊക്കെ എനിക്കൊരു പുതിയൊരു ഇതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഡാൻസ് റീൽസൊക്കെ എടുത്തു. അവിടെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഒഴിച്ചൊക്കെ നോക്കി. അങ്ങനെ നമ്മുടെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഡിന്നർ ടൈം. ഡിന്നറിന് ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റൊന്നും ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല. ഇഷ്ടംപോലെ ചിക്കൻ കഴിക്കുമെങ്കിലും ഇങ്ങനത്തെ ടേസ്റ്റിൽ ഞാൻ മുന്നേ കഴിച്ചിട്ടില്ല. അടിപൊളി ഫുഡ്. സെൽവ, താങ്ക് യു സോ മച്ച്. ഇത്രയും നന്നായിട്ട് ഞാൻ അടുത്തെങ്ങും ഇത്രയും ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറയണം. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. കല്യാണപ്പെണ്ണിന് തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. കാരണം ഹെക്ടിക് ഡേ ആണ് എല്ലാം കൂടെ ആകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുക. ഇനിയാണ് അവരുടെ മെയിൻ പരിപാടികളൊക്കെ പിറ്റേ ദിവസത്തേക്കുള്ളത്. ഇപ്പോൾ ഡെക്കറേഷൻ ടീം എല്ലാം വന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി വരാൻ സമയം ഞങ്ങൾ കയറുവാണ്. നമ്മളെ കൂട്ടാൻ മണവാളൻ ചെക്കന് വന്നിട്ടുണ്ടായിരുന്നു. ദോ പോകുന്നു മണവാളനും പെണ്ണും. അപ്പം ഓക്കെ, ബൈ.